ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മാന്ത്രിക ചേരുവ. എന്താണ് മാന്ത്രിക ചേരുവ? അതായത് നമ്മൾ എന്തെങ്കിലും കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും നമ്മളതിൽ മാന്ത്രിക ചേരുവ ചേർക്കുക, അതായത് മാന്ത്രികത കൊണ്ടുവരിക അതിലേക്ക്. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രാക്ടീസ്. നമ്മൾ ആ ഭക്ഷണത്തിലേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതില്ലെങ്കിൽ ആഹാരം, ജലമോ എന്തായിക്കോട്ടെ, വെള്ളം എന്ത് കുടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു നന്ദി പറയുക, ആത്മാർത്ഥമായിട്ട് കൃതജ്ഞത പറയുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആത്മാർത്ഥമായിട്ട് ആ നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കുന്നത്, അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഈ ആചാരങ്ങൾ ആയിരക്കണക്കിന് വർഷം മുൻപ് ഉള്ള കാര്യങ്ങളാണ്. പല മതങ്ങളിലുണ്ട്. ആ ഭക്ഷണം നമ്മൾ വിളമ്പി കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് കഴിക്കുന്ന ഒരു ഇതുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നെല്ലാവരും അതൊക്കെ വിട്ടുപോയി എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഭക്ഷണം എടുത്ത് വലിച്ചങ്ങനെ കഴിച്ച് ഓടുക, തിരക്കാണ് എല്ലാവർക്കും. പക്ഷേ ആചാരങ്ങളിൽ പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ഭക്ഷണം ഇരുന്ന് സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ആ ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് കഴിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതേപോലെ ചില ആചാരങ്ങളിൽ ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ മാറ്റി വയ്ക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ളത് എന്താണ്? ആത്മാർത്ഥമായിട്ടുള്ളൊരു കൃതജ്ഞതയാണ്, നന്ദിയാണ്. ആ ഭക്ഷണത്തിനോടുള്ളൊരു നന്ദിയാണ്. നമ്മൾ വിശന്നിരിക്കുന്ന, നമ്മളൊന്ന് ആലോചിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും സാഹചര്യത്തിലും ഉണ്ടായിരിക്കാം, വിശന്നിരിക്കുന്ന ഒരു സമയത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ നേരം വൈകിട്ടോ അല്ലെങ്കിൽ യാത്ര പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോഴും നമ്മുടെ ആ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ വിശന്നിരുന്ന് ശരീരം തളർന്ന് നമുക്കൊന്നിനും താല്പര്യമില്ലാതെ ആകെ ബുദ്ധിമുട്ടി വിറങ്ങലിച്ച് അല്ലെങ്കിൽ വിറച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം, ഭക്ഷണം കിട്ടാതെ ആ ഒരു സമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഭക്ഷണത്തിൻ്റെ മഹത്വം. കുറച്ച് സമയം വൈകുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം വിഷമമാണ് അല്ലേ ഭക്ഷണത്തിന്. പക്ഷേ നമുക്ക് ധാരാളമായി ഭക്ഷണം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറ്? നമ്മളതിനെ കുറ്റം പറയും അല്ലേ. ഈ ഭക്ഷണം ഇതുണ്ടാക്കിയത് ശരിയില്ല, ഇതിന് ടേസ്റ്റ് ഇല്ല, ഇതിന് ഉപ്പ് കൂടി, ഇതിന് മുളക് കൂടി, ഇതാരുണ്ടാക്കി, ഇതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട് അല്ലേ. പല വീടുകളിലും നമ്മൾ കണ്ടുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ നമുക്കത് കിട്ടാതിരിക്കുന്നൊരു സമയം നമ്മൾ ആലോചിക്കണം. അപ്പോഴാണ് ഇന്നത്തെ തലമുറകളെ കുട്ടികൾക്കായാലും ഇന്നൊക്കെ എല്ലാം ധാരാളമാണ്. പക്ഷേ ഇല്ലായ്മ കൊണ്ട് കഴിക്കാതിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളൊരു സമയം വൈകിട്ട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ വിഷമം തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളും തളർച്ചയും ക്ഷീണവും തല ചുറ്റിപ്പോവും, തളർന്നു പോകുന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഓരോ ഭക്ഷണം അല്ലെങ്കിൽ ഒരു തിരി ജലം ആയാലും കുടിക്കാൻ നമുക്ക് കിട്ടുമ്പോൾ വെള്ളത്തിനും എല്ലാത്തിനും നമ്മൾ നന്ദി പറയാം. ആത്മാർത്ഥമായിട്ട് നമ്മൾ നന്ദി പറയാം. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അതിന് കാരണഭൂതരായുള്ള ആളുകളെ കുറിച്ച് ശ്രദ്ധിക്കുക. കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കുക. കണ്ണടച്ച് ഭക്ഷണത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വേറൊരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ നോക്കിയിരുന്നു കൊണ്ട് ആ ഭക്ഷണം ഒരു സെക്കൻഡ് നോക്കിയിരുന്ന് കഴിക്കുമ്പോൾ, ആ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ ദഹനരസം പുറപ്പെടുവിക്കുന്നുണ്ട്. അതവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശരീരത്തിലേക്ക് അത് പെട്ടെന്ന് അത് ദഹിക്കാനും അതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടാനൊക്കെ അങ്ങനത്തെ കുറച്ച് സയൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഭക്ഷണം, ഒരു അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ എന്തൊരു ഭക്ഷണ സാധനം ആയിക്കോട്ടെ നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾക്ക് അതിനോടൊരു വിലയില്ല. നമ്മൾ പറയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, കഴിഞ്ഞു. പക്ഷേ ഇത് ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ഏതൊക്കെ ആളുകളുടെ കഷ്ടപ്പാടുകളും, അവർ രാവിലെ മുതൽ വെയിൽ കൊണ്ടും മഴയും കൊണ്ട് അവിടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവച്ച് കൃഷി ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വെയിലത്തൊക്കെ നിന്ന് കൃഷി ചെയ്ത്, അവർക്ക് പല സ്ഥലങ്ങളിലും കൂലി പോലും കുറവാണ്. എന്നിട്ട് അവിടെ നിന്ന് കൃഷി ചെയ്ത് വെയിലും മഴയൊക്കെ എല്ലാം കൊണ്ട് കൃഷി ചെയ്ത് അതിനൊരു നിലമൊരുക്കി വിത്തിട്ട് അത് വിളയിച്ച് അത് കുറേ പരിപാലിച്ച് എല്ലാം ചെയ്ത് വിളയിച്ചിട്ടാണ് അത് പല പ്രോസസ്സിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പം അത് കൃഷി ചെയ്ത് സാധനങ്ങൾ ഉണ്ടാക്കി പല വണ്ടികളിലൂടെയും കാര്യങ്ങളിലൂടെ എത്തിച്ച് പല സ്ഥലങ്ങളിൽ നമ്മുടെ ഇവിടെ എത്തി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നു, അതൊരു ശരി. പക്ഷെ നമ്മളതിന് ആ പ്രോസസ്സ് ചിന്തിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ആളുകളുടെ അധ്വാനമാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ നമ്മൾ അതിനൊരു നന്ദി പറയുമ്പോൾ ആ നന്ദി എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. കൃതജ്ഞതയ്ക്ക് ഒരുപാട് ശക്തികളുണ്ട്. നമ്മളൊരു നന്ദി പറയുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ വൈബ്രേഷനൊക്കെ എല്ലാവരിലേക്കും എത്തുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. ആരൊക്കെയോ നമ്മളറിയാത്ത എത്രയോ പേരുടെ അധ്വാനമാണ് നമ്മുടെ ഭക്ഷണം. പല വീടുകളിലും ഭക്ഷണം മേശപ്പുറത്ത് വരുമ്പോൾ അത് കഴിഞ്ഞ് ആ സാധനം നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരായാലും മറ്റുള്ളവരും പാകം ചെയ്ത് മേശപ്പുറത്ത് സുന്ദരമായിട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ പല വീടുകളിലും പലപ്പോഴും പലരും കുറ്റം പറയുന്നുണ്ടാവും. ഇതിൽ ഉപ്പില്ല, ഇതിൽ മുളകില്ല, ഇതത്ര ടേസ്റ്റ് ഇല്ല, അതെന്താ ഉണ്ടാക്കിയത്, ഇതെങ്ങനെ കഴിക്കാനാണ്.
പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ പിന്നിലുള്ള ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ആളുകളുടെ അധ്വാനം കൊണ്ടാണ് നമുക്ക് ആ ഭക്ഷണം നമ്മളിലേക്ക് എത്തിച്ചേർന്നുള്ളത്. നമുക്ക് അപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. അത് പ്രകൃതിയുടെ, നമുക്ക് ഓരോ ഭക്ഷണ സാധനങ്ങളും ലഭിക്കുന്നത് എന്താണ്? പ്രകൃതിയുടെ വരദാനമാണ്. പ്രകൃതി തന്നിട്ടുള്ള മണ്ണും വെള്ളവും വെളിച്ചവും സൂര്യപ്രകാശവും എല്ലാം കൊണ്ടാണ് ഓരോ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ, ഉണ്ടാക്കുന്നത് അല്ലേ. ഈ വെള്ളം ഇല്ലെങ്കിൽ നമുക്കിവിടെ ഭക്ഷണ സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? വെളിച്ചം, വെള്ളം, അതുപോലെ സൂര്യൻ്റെ വെളിച്ചില്ലെങ്കിൽ മരങ്ങളോ ചെടികളോ പൂക്കളോ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവും, എന്തെങ്കിലും കൃഷി ചെയ്യാൻ നമുക്ക് പറ്റുമോ? അപ്പോൾ ഓരോന്നും നമുക്ക് എന്താണ്? പ്രകൃതിയുടെ വരദാനമാണ്. അപ്പോൾ ആ ദാനത്തിന് നമ്മൾ എല്ലാത്തിനും നമ്മൾ നന്ദി പറയുകയാണ്. നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ ബന്ധുക്കളോ കുടുംബങ്ങളോ നമ്മുടെ സുഹൃത്തുക്കളോ പക്ഷികളോ മൃഗങ്ങളോ എന്തെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? ഇതൊന്നില്ലെങ്കിൽ ഇവിടെ പ്രകൃതി നിലനിൽക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് നമ്മൾ നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മളെല്ലാവരും വെള്ളമില്ലാതൊരു നിമിഷം എത്ര സമയം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റും. വെള്ളമില്ലെങ്കിൽ വെള്ളം വേണം നമുക്ക്. വെള്ളം ഉണ്ടെങ്കിലാണ് കൃഷി ചെയ്യാനായാലും നമുക്ക് കുടിക്കാനായാലും എല്ലാത്തിനും ജലം വേണം. അപ്പോൾ ഈ ഗ്രഹത്തിനൊരു മാന്ത്രികത ഉണ്ടെങ്കിൽ അത് ജലമാണ്. ജലം ഇല്ലെങ്കിൽ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ നമ്മൾ നന്ദി പറയാം. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനൊരു മാന്ത്രികപ്പൊടി വിതറാന്ന് പറയാം. മാന്ത്രിക ചേരുവ, അതാണ് മാന്ത്രികപ്പൊടി. നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊരു മാന്ത്രികപ്പൊടി വിതറി കഴിയുമ്പോൾ നമുക്കതിന് ടേസ്റ്റ് കൂടും. അതിന് ഒരുപാട് ഇതുകളുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇത്തിരി വെള്ളം കുടിക്കുകയാണെങ്കിൽ അതൊരു നിമിഷം, അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വായിൽ കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുക. നമുക്കൊന്നിനും നേരമില്ല എങ്കിലും നമ്മളതൊന്ന് ടേസ്റ്റ് അറിഞ്ഞിട്ട് കഴിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ പ്രകൃതി തന്ന വരദാനാണ് നമുക്ക് ഭക്ഷണം. അപ്പോൾ കഴിക്കുന്നതിന് മുന്നേ നമ്മൾ അതിനൊക്കെ ഒന്ന് നന്ദി പറയാം, കൃതജ്ഞത പറയാം ഓരോ കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മളതിന് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ എന്ത് കുറവുള്ള ഭക്ഷണത്തിന് അതിൻ്റെ ടേസ്റ്റും കൂടും. അതിൻ്റെ അതിലുള്ള നെഗറ്റീവുകൾ എന്തുണ്ടെങ്കിലും അത് മാറിപ്പോകും. അത്രയും ശക്തിയുണ്ട് നമ്മുടെ കൃതജ്ഞതയ്ക്ക്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളൊരു മാന്ത്രികപ്പൊടി വിതറിയെന്ന് നമുക്ക് മനസ്സിൽ ചിന്തിക്കാം, എങ്ങനെ വേണമെങ്കിൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അഥവാ മറന്നു പോയി, പെട്ടെന്ന് നമുക്ക് കഴിക്കേണ്ട വന്നു, നന്ദി പറയാൻ മറന്നു പോയെങ്കിൽ നമ്മൾ ഓർമ്മ വരുമ്പോൾ ഒരു സെക്കൻഡ് കണ്ണടച്ചിട്ട് എനിക്ക് ലഭിച്ച ഭക്ഷണത്തിന് നന്ദി പറയാം. മനസ്സിൽ ചിന്തിച്ചിട്ട് നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഭക്ഷണം നമ്മൾ വായിൽ വെച്ച് ഒരു നിമിഷം നോക്കി, അല്ലെങ്കിൽ ആ ജലത്തിനെ നോക്കി നമ്മളൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് കുടിക്കുമ്പോൾ നമുക്കതിനൊരു ടേസ്റ്റും കൂടും. നമുക്ക് ശരീരത്തിൽ അത് ഒരുപാട് ഗുണം ചെയ്യും. നമ്മുടെ എനർജി, നമ്മളതിന് കൊടുക്കുന്ന നന്ദിയുടെ എനർജി കൂടി നമ്മുടെ ഉള്ളിലേക്ക് പോവുകയാണ്. നമ്മൾ ജലത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, ശക്തികളുണ്ട്. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് ജലത്തിൻ്റെ കഴിവുകൾ. ജലം വെച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം, നമുക്ക് എന്ത് ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഒരു ഗ്ലാസ് വെള്ളം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. നമ്മളൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് എല്ലാം ആലോചിക്കും. ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ നമ്മൾ വെറുതെ ഭക്ഷണത്തിന് നന്ദി പറഞ്ഞാൽ മതി, അവരിലേക്ക് എത്തിക്കോളും. അപ്പോൾ ഭക്ഷണത്തിനും നമ്മളെല്ലാത്തിനും നന്ദി പറയാം. പ്രകൃതി എന്ന ഈ വരദാനാണ് നമ്മുടെ ഭക്ഷണം. നമ്മളൊരു നിമിഷം അതിലേക്ക് നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവരും ഭക്ഷണത്തിൽ മാന്ത്രികപ്പൊടി വിതറുക, മാന്ത്രിക ചേരുവ ചേർത്തുകൊണ്ട് കഴിക്കുമ്പോൾ അതിന് ടേസ്റ്റും കൂടും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ പറഞ്ഞു 28 ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുക, നല്ലൊരു വ്യക്തികളായിട്ട് മാറുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നന്നാവട്ടെ, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അവരോടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയുക. നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ വളരെയധികം നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല ഭക്ഷണങ്ങളും നല്ല സൗകര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് കൊടുക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.